Hi everyone, welcome to Vitalis Health. This is Dr. Jishavi. ഒരു കയ്യിൽ എന്തിരിക്കുന്നു? ഒരു കയ്യിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ പറ്റി നമുക്ക് പറയാൻ പറ്റും. എന്താണെന്നറിയാവോ? നമ്മുടെ ഹാൻഡ് ഗ്രിപ്പ് സ്ട്രെങ്ത്. ഒരാളുടെ ഹാൻഡ് ഗ്രിപ്പ് സ്ട്രെങ്ത് അയാളുടെ ഓവറോൾ ഹെൽത്തുമായിട്ട് കോറിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പല റിസർച്ചുകളും കാണിക്കുന്നത്. ഹാൻഡ് ഗ്രിപ്പ് സ്ട്രെങ്ത് വീക്ക് ആണെങ്കിൽ അയാൾക്ക് ഓവറോൾ മോർട്ടാലിറ്റി, അതായത് ഓരോ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അസുഖങ്ങൾ കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഹാൻഡ് ഗ്രിപ്പ് സ്ട്രെങ്ത് കൂടിയ ആൾക്കാർക്ക് സാധാരണ കുറഞ്ഞ ആൾക്കാരേക്കാൾ കൂടുതൽ കാലം ഹെൽത്തി ആയിട്ട് ജീവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുമാത്രമല്ല, ഹാൻഡ് ഗ്രിപ്പ് സ്ട്രെങ്ത്തും ഒരാളുടെ ബോൺ മിനറൽ ഡെൻസിറ്റി, ഓവറോൾ മസിൽ സ്ട്രെങ്ത്, അയാളുടെ അൽസൈമേഴ്സ് പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള റിസ്ക്, ഇങ്ങനത്തെ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതുകൊണ്ട് തന്നെ ഒരാളുടെ ഹാൻഡ് ഗ്രിപ്പ് സ്ട്രെങ്ത്തിനെ ബയോമാർക്കർ ഫോർ ഏജിങ് എന്നാണ് വിളിക്കുന്നത്. ഹാൻഡ് ഗ്രിപ്പ് സ്ട്രെങ്ത് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക? വളരെ സിമ്പിളായിട്ട് ഹാൻഡ് ഗ്രിപ്പ് സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാനുള്ള മെഷീൻ ഉണ്ട്. ഇതൊരു സിമ്പിൾ മോഡലാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ മസിലുകളുടെയും സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെഷീനും നമ്മളുടെ കയ്യിലുണ്ട്. ഇത് പക്ഷേ ഹാൻഡ് ഗ്രിപ്പ് സ്ട്രെങ്ത്തിൽ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റാണ്. അതിൽ നമുക്ക് പറ്റുന്ന അത്ര ബലത്തിൽ പിടിക്കുക, ഇത്രയേ ഉള്ളൂ. ഹാൻഡ് ഗ്രിപ്പ് സ്ട്രെങ്ത് നോക്കുക. അതുപോലെ രണ്ട് കൈയുടെയും ഗ്രിപ്പ് സ്ട്രെങ്ത് നോക്കാവുന്നതാണ്. ഇപ്പം തന്നെ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഇടത്തെ കൈക്ക് എൻ്റെ വലത്തെ കൈയേക്കാൾ സ്ട്രെങ്ത് കുറവാണെന്ന് മനസ്സിലാവും. സ്ത്രീകളിൽ 20 താഴെ, പുരുഷന്മാരിൽ 30 താഴെയും ഹാൻഡ് ഗ്രിപ്പ് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ അത് വീക്കാണ്. സ്ത്രീകളിൽ 16 താഴെയും പുരുഷന്മാരിൽ 25 താഴെയുമാണെന്നുണ്ടെങ്കിൽ അത് വളരെ വീക്കാണ്. പ്രത്യേകിച്ചും ഒരു 50 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഹാൻഡ് ഗ്രിപ്പ് സ്ട്രെങ്ത് പതുക്കെ കുറയാൻ തുടങ്ങും. ഇത് കുറയാതെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആ ആൾക്കാർ പതുക്കെയാണ് ഏജ് ചെയ്യുക എന്നാണ് റിസർച്ചുകൾ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഹാൻഡ് ഗ്രിപ്പ് സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എക്സസൈസുകൾ ചെയ്യുക. കൈയുടെ മാത്രം എക്സസൈസ് ചെയ്യുന്നതിലല്ല കാര്യം, ഓവറോൾ നമ്മുടെ ബോഡിയിലെ മസിലുകളൊക്കെ സ്ട്രോങ് ആക്കാനുള്ള എക്സസൈസുകൾ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഹാൻഡ് ഗ്രിപ്പ് സ്ട്രെങ്ത്തും കൂടുന്നതാണ്. അങ്ങനെ കൂടുമ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത് മാത്രമല്ല കൂടുന്നത്, നിങ്ങളുടെ ഫംഗ്ഷനാലിറ്റി, നമ്മുടെ കൈ വെച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നോ അതിനൊക്കെ നമുക്ക് ഫംഗ്ഷനാലിറ്റി കൂടുതൽ കിട്ടും. കൂടാതെ നിങ്ങളുടെ കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൈകൾക്ക് ശക്തി കൊടുക്കുക. താങ്ക് യു.